സ്ലൊവേനിയയിലെ പൊസ്തോയ്ന കേവ് എന്ന ഗുഹാസമുച്ചയത്തിലെ സന്ദർശനത്തിനിടെ കൺസേർട്ട് ഹാൾ എന്നറിയപ്പെടുന്ന വിശാലമായൊരു ഭാഗത്ത് വന്നെത്തിയിരിക്കുകയാണ് ഞാൻ. ഗുഹയ്ക്കുള്ളിലൂടെ ട്രെയിനിലും നടന്നും ദീർഘദൂരം സഞ്ചരിച്ച ശേഷമാണ് ഈ കൺസേർട്ട് ഹാളിൽ എത്തിയിരിക്കുന്നത്. ഗുഹയുടെ ഒരു കോണിൽ ഒരു ചെറിയ സുവനീർ ഷോപ്പ് പ്രവർത്തിക്കുന്നു. പൊസ്തോയ്ന കേവിലൂടെയുള്ള അവിസ്മരണീയ സന്ദർശനത്തിന്റെ സ്മരണികയായി സൂക്ഷിക്കാനുള്ള വസ്തുക്കളാണ് അവിടെ വിൽപ്പനയ്ക്കുള്ളത്. ടോയ്ലറ്റ് ഉൾപ്പെടെ സന്ദർശകരുടെ സൗകര്യാർത്ഥം പല സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. ഞാൻ സുവനീർ കടയിലേക്ക് കയറി ചെന്നു. ഭൂഗർഭത്തിലെ ഒരിടമാണിതെന്ന് തോന്നുകയേയില്ല. മനോഹരമായ ഒരു ഷോപ്പ്. ചില്ലുപാത്രങ്ങളും ചിത്രങ്ങളും മറ്റു സുവനീറുകളുമെല്ലാമാണ് വിൽപ്പനയ്ക്കായി നിരത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ലഭിക്കുന്ന ഓരോ ദൃശ്യവും എനിക്ക് സുവനീറാണല്ലോ. അതിനാൽ കടയിൽ നിന്ന് എനിക്കൊന്നും വാങ്ങാനില്ല. സുവനീർ ഷോപ്പിൽ നിന്നും വീണ്ടും കൺസേർട്ട് ഹാളിലേക്ക് ഇറങ്ങി. 2004 മുതൽ വർഷം തോറും ഇവിടെ നടന്നുവരുന്ന പൊസ്തോയ്ന ബ്ലൂസ് ഫെസ്റ്റിവൽ പ്രശസ്തമാണ്. യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംഗീത സംഘങ്ങൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ അന്നിവിടെ എത്തും. ഞങ്ങൾ വീണ്ടും നടത്തം തുടങ്ങി. ഇനി നടക്കുന്നത് തൊട്ടടുത്തു തന്നെയുള്ള കേവ് ട്രെയിൻ സ്റ്റേഷനിലേക്കാണ്. കൺസേർട്ട് ഹാളുള്ള ഗുഹാഭാഗത്തു നിന്നും ചെറിയൊരു ഇറക്കമിറങ്ങി വേണം ട്രെയിൻ സ്റ്റേഷനിലേക്കെത്താൻ. ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ. ടോയ് ട്രെയിൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊച്ചു ട്രെയിനാണ് ഗുഹയിൽ സർവീസ് നടത്തുന്നത്. പക്ഷെ വലിയ ആടി ഉലച്ചിലുകളൊന്നുമില്ലാതെ ദീർഘമായ ഗുഹായാത്ര സാധ്യമാകുന്നു എന്നതാണ് പ്രത്യേകത. ആ ട്രെയിൻ കൂടി ഉള്ളതുകൊണ്ടാണ് പൊസ്തോയ്ന കേവ് യാത്രയ്ക്ക് പൂർണ്ണതയും അവിസ്മരണീയ സ്വഭാവവും കൈവരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങകലെ നിന്നും ഒരു വളവ് തിരിഞ്ഞ് ട്രെയിൻ എത്തുകയായി. അതിന്റെ ഹെഡ്ലൈറ്റ് പ്രകാശത്തിൽ ഗുഹയുടെ മേൽത്തട്ടിൽ നിന്നും വെള്ളം ഇറ്റിറ്റു വീഴുന്നത് കാണാം. മഴക്കാലത്ത് അതിന്റെ വേഗം കൂടുകയും ചെയ്യും. കേവ് ട്രെയിൻ വന്നു നിന്നു. സീറ്റുകൾ മടക്കി വെച്ചിരിക്കുകയാണ്. വെള്ളം സീറ്റിൽ വീണ് കിടക്കാതിരിക്കാനാണ് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത്. എല്ലാവരും സീറ്റ് പിടിച്ചു. രസകരമായ മടക്കയാത്ര തുടങ്ങുകയാണ്. വന്ന വഴിയേയല്ല, മറ്റൊരു റൂട്ടിലൂടെയാണ് മടക്കം. ഗുഹയിൽ ഇതുവരെ കാണാത്ത പല ഭാഗങ്ങളിലൂടെയും ഈ യാത്രയിൽ കടന്നുപോകും. പലയിടത്തും നിർമ്മിച്ചിരിക്കുന്ന ടണലുകൾക്ക് ട്രെയിൻ കടന്നു പോകുന്നതിന് മാത്രം വേണ്ട വീതിയും ഉയരവുമേ ഉള്ളൂ. ഒരു സാധാരണ ട്രെയിൻ സർവീസിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെയുണ്ടെന്നതാണ് സവിശേഷത. ഈ ഭാഗമെല്ലാം മനുഷ്യനിർമ്മിത ടണലുകളാണ്. ട്രെയിൻ സർവീസ് സജ്ജമാക്കുന്നതിനായി മാത്രം രൂപപ്പെടുത്തിയ തുരങ്കങ്ങൾ. ടണലിന്റെ മുകൾ ഭാഗത്തു നിന്നും ജലത്തുള്ളികൾ ഇറ്റു വീണുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ ജലധാരയുള്ളിടത്ത് മാത്രം മുകളിൽ ഷെൽട്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ചിലയിടത്ത് ഇങ്ങനെ ചില ജംഗ്ഷനുകളുണ്ട്. 1819 വിയന്നയിൽ നിന്നും ആർച്ച് ഡ്യൂക്ക് ഫെർഡിനൻഡ് പൊസ്തോയ്ന കേവ് സന്ദർശിക്കാൻ എത്തുന്നതോടെയാണ് ഔദ്യോഗികമായി ഇവിടെ ടൂറിസം ആരംഭിക്കുന്നത്. ആർച്ച് ഡ്യൂക്കിന്റെ സന്ദർശനം വഴി ഗുഹ യൂറോപ്പിലെങ്ങും പ്രസിദ്ധമായി. 1860കളിൽ ഗുഹയിലൂടെ റെയിൽപാത നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. 1872 ആദ്യ ട്രെയിൻ ഗുഹയിലൂടെ സർവീസ് നടത്തി. ഗുഹയിലുണ്ടായിരുന്ന ടൂർ ഗൈഡുകൾ സന്ദർശകരെ ട്രോളികളിൽ കയറ്റിയിരുത്തി തള്ളിക്കൊണ്ടു പോവുകയായിരുന്നു പതിവ്. ഇപ്പോൾ വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന ട്രെയിനുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. മനുഷ്യനിർമ്മിത ടണലുകൾ കഴിയുമ്പോൾ വീണ്ടും പ്രകൃതിദത്ത ഗുഹയിലേക്കെത്തുന്നു. ഗുഹയിൽ പലയിടത്തും റെയിൽവേ ജംഗ്ഷനുകളുണ്ട്. മനോഹരമായ അനേകം ലൈംസ്റ്റോൺ ശില്പങ്ങളുള്ള ഭാഗങ്ങൾ. അവിടെ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പാളങ്ങൾ നീണ്ടുകിടക്കുന്നത് കാണാം. ചിലയിടത്ത് എന്നോ അടർന്നു വീണ കൂറ്റൻ ലൈംസ്റ്റോൺ ഖണ്ഡങ്ങൾ. അതിലും പലതരത്തിലുള്ള ശില്പങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. പൊസ്തോയ്ന ഗുഹാസമുച്ചയത്തിന്റെ നിഗൂഢതകൾ കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കണ്ടെത്തിയതിലും ഏറെ ദൈർഘ്യമുള്ള ഗുഹകൾ ഈ മലയിൽ ഉണ്ടാകുമെന്നു തന്നെയാണ് വിദഗ്ധരുടെ അഭിപ്രായം. വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാലും കുത്തൊഴുക്കുള്ളതിനാലും പല ഗുഹകളുടെയും നീളവും വ്യാസവും ഉൾപ്പിരിവുകളുമൊന്നും കണ്ടെത്താനായിട്ടില്ല. കേവ് ഡൈവേഴ്സ് എന്നറിയപ്പെടുന്ന മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ 2015 നടത്തിയ പഠനത്തിലാണ് ഗുഹയ്ക്ക് 24 കിലോമീറ്ററിലേറെ നീളമുണ്ടെന്ന് കണ്ടെത്തിയത്.
അതുവരെയും 20 കിലോമീറ്ററാണ് ഗുഹാദൈർഘ്യമെന്നായിരുന്നു ലഭ്യമായ വിവരം. അപൂർവ ഇനത്തിൽപ്പെട്ട ചില ജീവികളുടെ ആവാസസ്ഥാനം കൂടിയാണ് പൊസ്തോയിന ഗുഹകൾ. ഹ്യൂമൻ ഫിഷ് എന്നറിയപ്പെടുന്ന ഒം എന്ന പ്രത്യേക ഇനം ഉഭയജീവിയുടെ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ആവാസസ്ഥാനമാണ് ഇത്. 40 സെന്റിമീറ്റർ വരെ നീളവും പാമ്പിൻ്റേതുപോലുള്ള ശരീരവും പല്ലിയുടേതുപോലുള്ള കാലുകളുമുള്ള ഒരു അത്ഭുത ജീവിയാണ് ഒം. അതീവ ശ്രദ്ധയോടെയാണ് ആ ജീവികളെ ഈ ഗുഹയിൽ സംരക്ഷിച്ചു വരുന്നത്. പിവ്ക നദിയിൽ ഉണ്ടാകുന്ന കുത്തൊഴുക്ക് ഗുഹകളെ നാശത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. 40 ലക്ഷം വർഷമായി ഈ ചുണ്ണാമ്പുമലയുടെ ഉള്ളിലൂടെ നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മലയിലെ പ്രധാന ഗുഹകളെയെല്ലാം രൂപപ്പെടുത്തിയിരിക്കുന്നതും ആ കുത്തൊഴുക്ക് തന്നെയാണല്ലോ. ഇപ്പോഴും ഞങ്ങൾ ഈ സഞ്ചരിക്കുന്നതിൻ്റെ താഴെ ലെവലിലൂടെ നദി ഒഴുകുന്നുണ്ട്. മൃദുവായ ചുണ്ണാമ്പുകല്ലിനെ സാവധാനം അലിയിച്ചുകൊണ്ടാണ് ആ ഒഴുക്ക്. എന്തായാലും ടൂറിസം രംഗത്ത് സ്ലൊവേനിയയ്ക്ക് ലഭിച്ച അപൂർവ നിധിയാണ് ഈ ഗുഹ. ടൂറിസം രാജ്യത്തിന്റെ പ്രധാന ധനാഗമ മാർഗമാക്കാൻ തീരുമാനിച്ച ഭരണാധികാരികൾ ഇത്തരം പ്രകൃതിദത്ത സാധ്യതകളെയെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ്. സ്ലൊവേനിയയിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരിടമാണ് പൊസ്തോയിന കേവ്സ്. ലോകത്തെ തന്നെ ഏറ്റവും വിപുലമായ ലൈംസ്റ്റോൺ ഫോർമേഷനുകളുള്ള ഒരു ഗുഹാ സമുച്ചയമാണ് പൊസ്തോയിന. എത്രയോ നൂറ്റാണ്ടുകളായി മനുഷ്യർ ഇതുവഴിയെല്ലാം നടന്നിരിക്കുന്നു. 19-ാം നൂറ്റാണ്ട് മുതൽ അത് വിനോദയാത്രയാണ്. എന്നാൽ ചരിത്രാതീത കാലത്ത് മഴയും മഞ്ഞും ഏൽക്കാതിരിക്കാൻ മനുഷ്യർ അഭയം തേടിയിരുന്ന ഗുഹകൾ കൂടിയാണിത്. ഒരാൾ തനിയെയാണ് ഈ ഗുഹാവഴിയിലൂടെ സഞ്ചരിക്കുന്നതെങ്കിൽ എത്ര ധീരനാണെങ്കിലും തെല്ലൊന്ന് ഭയക്കുമെന്ന കാര്യം ഉറപ്പ്. ഇരുളും വെളിച്ചവും ചേർന്ന് ശില്പങ്ങൾക്കെല്ലാം പ്രത്യേകമായൊരു ഭാവം പകരുന്നു. ഇവിടെ സീലിംഗിൽ നിന്നും ഷാൻലിയേഴ്സ് തൂങ്ങിക്കിടക്കുന്ന ഒരു വിശാല ഗുഹാഭാഗമുണ്ട്. അവിടെ നിന്നും വീണ്ടും ഒരു ജംഗ്ഷനിൽ വെച്ച് തിരിഞ്ഞ് മറ്റൊരു വഴിയിലൂടെ ട്രെയിൻ യാത്ര തുടരുന്നു. ഇത് മനുഷ്യനിർമ്മിതമായ ഒരു തുരങ്കമാണ്. അതിൻ്റെ ഒരു വശമാകട്ടെ പ്രകൃതിദത്തവുമാണ്. ഇടുങ്ങിയ ഒരു ഭാഗം കടന്നാൽ വളരെ പെട്ടെന്ന് പ്രകൃതിദത്തവും വിശാലവുമായ ഒരു ഭാഗത്തേക്കെത്തുന്നു. നല്ല ഉയരവും വിസ്തൃതിയുമുള്ള ഒരു ഹാൾ. എന്തെന്ത് അത്ഭുതങ്ങളാണ് പ്രകൃതി മനുഷ്യനു വേണ്ടി കാത്തുവച്ചിരിക്കുന്നതെന്നാണ് ഈ ഗുഹകളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. മനുഷ്യൻ ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത ഇത്തരം വിസ്മയങ്ങൾ ഇനിയും ഏറെ ഉണ്ടാവും. സ്ലൊവേനിയ എന്നൊരു രാജ്യത്ത് ഇങ്ങനെ ഭൂമിയുടെ ഒരു അത്ഭുതമുണ്ടെന്ന് നമ്മിൽ പലർക്കും അറിയില്ല. കേവ് ട്രെയിൻ അതിൻ്റെ സ്റ്റോപ്പിലേക്ക് എത്തുന്നു. ഈ സ്റ്റേഷന് ഒരു പ്രത്യേകതയുണ്ട്. ട്രെയിൻ വന്നു നിൽക്കുന്നത് പിവ്ക നദി ഒഴുകുന്നതിന് മുകളിലുള്ള പ്ലാറ്റ്ഫോമിലാണ്. എക്സിറ്റ് ഇവിടെയാണെന്ന് ചൂണ്ടുപലക. ട്രെയിൻ ഇവിടം വരെയേയുള്ളൂ. എല്ലാവരും എണീറ്റു. ആളുകൾ എണീക്കുന്നതോടെ സീറ്റുകൾ സ്വയം മടങ്ങുന്നു. ട്രെയിൻ നീങ്ങിപ്പോകുന്നു. ഒരു റാമ്പിലൂടെ ഇറങ്ങി വേണം പുറത്തു കടക്കാൻ. പിവ്ക നദിക്ക് മുകളിലാണ് ഈ ഭാഗം. പ്രകാശമുള്ള ഒരു ഭാഗത്ത് നദി ഒഴുകുന്ന കുറച്ചു ഭാഗം കാണാം. കുത്തിയൊഴുകുന്ന നദ. വൻമലയെ തുളച്ചൊഴുകി ഒരു ഗുഹ രൂപപ്പെടുത്തിയത് ഈ നദിയാണ്. കൂറ്റൻ മലയുടെ ഉള്ളിലൂടെ പ്രകൃതി ഒരുക്കിയ ഒരു ജലപാത. അത് പൊസ്തോയിനയെ അത്ഭുതങ്ങളുടെ ഒരു പ്രദേശമാക്കി മാറ്റിയിരിക്കുന്നു. മനുഷ്യനാകട്ടെ അതിനെ അതിഗംഭീരമായ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയും ചെയ്തു. ഒരു ഗുഹയെയാണ് പ്രതിദിനം ആയിരക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന ഇത്തരമൊരു കേന്ദ്രമാക്കി മാറ്റിയതെന്നോർക്കണം. ഗുഹയ്ക്കുള്ളിലൂടെ ട്രെയിൻ സർവീസ്, നല്ല നടപ്പാതകൾ, ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ, പ്രകാശ ക്രമീകരണം. പ്രകൃതിയുടെ കരവിരുതും മനുഷ്യന്റെ ഭാവനയും ഇച്ഛാശക്തിയും ഒത്തുചേർന്നപ്പോൾ അതിവിശിഷ്ടമായൊരു ടൂറിസം കേന്ദ്രമാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. സീസണിൽ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് യൂറോയാണ് ഈ ഒരു ഗുഹ സ്ലൊവേനിയയുടെ ഖജനാവിലേക്ക് എത്തിക്കുന്നത്. ഇതിനെ ഈ വിധത്തിൽ വികസിപ്പിച്ചതും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തതുമെല്ലാം ഒരു സ്വകാര്യ കമ്പനിയാണ്. വർഷം തോറും ഗവൺമെന്റിന് ചെറുതല്ലാത്ത ഒരു തുക നൽകി ഈ കമ്പനി ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നു. പുറത്തേക്കുള്ള വഴിയിൽ വലതുവശത്ത് ഫോട്ടോ വയ്ക്കുന്ന റാക്കുകളാണ്.
സന്ദർശകർ ഗുഹയിലേക്ക് കയറുന്ന സമയത്ത് ഇവിടെ വെച്ച് ഒരു ഫോട്ടോ എടുത്തിരുന്നു. അത് വേണമെങ്കിൽ ഇവിടെ നിന്ന് പണം നൽകി വാങ്ങാം. എനിക്കതിൽ വലിയ താല്പര്യമില്ലാത്തതിനാൽ ഫോട്ടോ ശ്രദ്ധിക്കാതെ നടന്നു. പുറത്തേക്കിറങ്ങുമ്പോൾ പ്രകൃതിക്ക് ആകെ ഒരു ഭാവമാറ്റം. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. 1819 നിർമ്മിച്ച കവാടത്തിലൂടെയാണ് ആളുകൾ പുറത്തേക്കിറങ്ങി വരുന്നത്. ആ വർഷമാണ് പൊസ്തോയിന ഗുഹയിൽ ഔദ്യോഗികമായി ടൂറിസം ആരംഭിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച കെട്ടിടങ്ങളാണിത്. അതെല്ലാം അറ്റകുറ്റപ്പണികൾ തീർത്ത് സുന്ദരമാക്കിയിരിക്കുന്നു. കല്ല് വിരിച്ച മുറ്റം, അങ്ങേയറ്റത്ത് 100 കണക്കിന് മുറികളുള്ള ഹോട്ടലുകൾ. അതിൻ്റെയൊക്കെ മുറ്റത്തുകൂടിയാണ് ഞാൻ ഇവിടേക്ക് നടന്നു വന്നത്. എത്ര ശാസ്ത്രീയവും സൗന്ദര്യാത്മകവുമായാണ് ഇവിടമൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നതെന്നത് നമ്മെ അത്ഭുതപ്പെടുത്തും. വൃത്തികേടുകളില്ല, മാലിന്യലേശമില്ല. ഇതൊക്കെ കാണുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വകാര്യ കമ്പനികൾ ഇത്തരം ഏതു കാര്യത്തിൽ ഇടപെട്ടാലും കൊള്ളയടിക്കുമെന്ന് മാത്രമാണല്ലോ നമ്മുടെ ആശങ്ക. ഗവൺമെന്റിന് വരുമാനമുണ്ടാവും എന്നുറപ്പുവരുത്തിക്കൊണ്ട് കാര്യക്ഷമതയുള്ള സ്വകാര്യ കമ്പനികളെ ഇതൊക്കെ ഏൽപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്നതാണ് ഇവിടെ നിന്നെല്ലാം പഠിക്കാവുന്ന പാഠം. ഇതാണ് പൊസ്തോയിന ഗുഹാസമുച്ചയത്തിന്റെ രൂപീകരണത്തിന് കാരണമായ പിവ്ക നദി. ഇപ്പോൾ ഗുഹാസംരക്ഷണത്തിന്റെ ഭാഗമായി ഒരു തടയണ കെട്ടി ഒഴുക്കിന്റെ ശക്തി കുറച്ചിരിക്കുകയാണ്. മനോഹരമാണ് നദീതീരം. നല്ല പാത, പുൽമേടുകൾ, റാമ്പുകൾ, വേലിക്കെട്ടുകൾ. ഒരു ഭാഗത്ത് സുവനീർ കടകളുടെയും റെസ്റ്റോറന്റുകളുടെയും നിര. കലാപരമായ ഒരു പെർഫെക്ഷൻ ഈ നിർമ്മിതികളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. സ്ലൊവേനിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണങ്ങളിലൊന്നായ പൊസ്തോയിന ഗുഹയിലേക്ക് ആളുകളെ ആകർഷിക്കാനും എത്തുന്നവരെ അത്ഭുതപ്പെടുത്തി പുറത്തുവിടാനുമുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെയുണ്ട്. സീസണിൽ ആയിരക്കണക്കിന് യൂറോയാണ് ഓരോ ദിവസവും ഈ കച്ചവട സ്ഥാപനങ്ങളിലെല്ലാം എത്തിച്ചേരുക. പാർക്കിംഗിലേക്ക് എത്തുമ്പോൾ അലേഷ് നൊവാക് കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഞാൻ ഗുഹയ്ക്കുള്ളിൽ കയറിയ സമയത്ത് പുറത്ത് ശക്തമായൊരു മഴ പെയ്തെന്ന് അലേഷ് പറഞ്ഞു. പൊസ്തോയിനയിൽ നിന്നും ഞങ്ങൾ യാത്ര തുടരുകയാണ്. പണം കൊടുത്തു വാങ്ങിയ പാർക്കിംഗ് പാസ് ഈ സ്ലോട്ടിലിട്ടെങ്കിലേ പുറത്തിറങ്ങാനുള്ള ഗേറ്റ് തുറക്കൂ. അടുത്തതായി പിറാൻ എന്ന പട്ടണത്തിലേക്കാണ് യാത്ര. മെഡിറ്ററേനിയൻ കടലിന്റെ ഭാഗമായ അഡ്രിയാറ്റിക് കടലിന് തീരത്തെ ഒരു ഉല്ലാസ നഗരമാണ് പിറാൻ. പുരാതനമായ ഒരു നഗരം. സ്ലൊവേനിയയുടെ ഇറ്റലിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണിത്. പൊസ്തോയിന പട്ടണത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. 10,000-ഓളം ആളുകൾ വസിക്കുന്ന പട്ടണമാണ് പൊസ്തോയിന. അടുത്തതായി ഹ്രുസേവിയെ എന്ന ഗ്രാമത്തിലേക്കെത്തുന്നു. 230-ൽ താഴെ മാത്രം ജനം വസിക്കുന്ന ഗ്രാമമാണ് ഹ്രുസേവിയെ. സമുദ്രനിരപ്പിൽ നിന്നും 1800 അടി ഉയരത്തിലാണ് ഈ പ്രദേശങ്ങളെല്ലാം. ധാരാളം ഹോട്ടലുകളും സൂപ്പർ മാർക്കറ്റുകളുമുള്ള ഗ്രാമമാണിത്. പൊസ്തോയിന വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിച്ചതോടെയാണ് ഹ്രുസേവിയയിൽ ധാരാളം ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും പ്രവർത്തനം ആരംഭിച്ചത്. ഇത് സ്ലാവിനിയെ എന്ന ഗ്രാമമാണ്. പൊസ്തോയിന മുനിസിപ്പാലിറ്റിയിലെ ജനസംഖ്യ നന്നേ കുറഞ്ഞ ഒരു ഗ്രാമമാണ് സ്ലാവിനിയെ. 64 പേർ മാത്രമാണ് ഈ ഗ്രാമത്തിൽ വസിക്കുന്നത്. ചെറിയ ചില വ്യവസായശാലകളെല്ലാം കാണാം സ്ലാവിനിയയിൽ. അവിടം പിന്നിടുന്നതോടെ സ്ലൊവേനിയയുടെ പതിവ് ഗ്രാമക്കാഴ്ചകൾ കണ്ടു തുടങ്ങുകയായി. പുൽമേടുകൾ, ചെറുമരങ്ങൾ വളർന്നു നിൽക്കുന്ന പാതയോരങ്ങൾ. റാസ്ഡർട്ടോ എന്ന ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പൊസ്തോയിന മുനിസിപ്പാലിറ്റിയിലെ മറ്റൊരു ഗ്രാമം. 5.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഗ്രാമത്തിൽ ആകെ 168 പേരെ വസിക്കുന്നുള്ളൂ. ഞൊറിവുകളോടുകൂടിയ മനോഹരമായ പുൽക്കുന്നുകൾ. അതിന്റെ അങ്ങേച്ചെരുവിൽ കോട്ട കെട്ടിയതുപോലെ ഒരു കൂറ്റൻ പർവ്വതനിര നീണ്ടുകിടക്കുന്നത് കാണാം. നാനോസ് പർവ്വതനിരയാണത്. അതിന്റെ ചെരുവിലും താഴ്വാരത്തുമായി നിരവധി ചെറുഗ്രാമങ്ങളുണ്ട്.
നമ്മൾ കേരളീയർക്ക് അസുലഭമായൊരു കാഴ്ചയാണിത്. ഇവിടെ പുൽകൃഷി നടക്കുന്നതുകൊണ്ടാണ് ഇത്ര ഭംഗി. പുല്ലു പിടിപ്പിച്ച് അതിലെ കളകൾ നീക്കം ചെയ്ത് വെട്ടിയൊരുക്കി നിർത്തിയിരിക്കുന്നു. ചിലയിടങ്ങളിൽ പ്രകൃതിദത്തമായി ചെറുമരങ്ങൾ വളരാൻ അനുവദിച്ചിട്ടുമുണ്ട്. ഡൈനാറിക് ആൽപ്സിന്റെ തുടർച്ചയാണ് നാനോസ് പർവ്വതനിര. ശരിക്കും അതൊരു പീഠഭൂമിയാണ്. 6 കിലോമീറ്റർ വീതിയും 12 കിലോമീറ്റർ നീളവുമുള്ള പീഠഭൂമി. 4300 അടി ഉയരമുണ്ട് അതിന്. ഇപ്പോൾ സെനോഷീച്ച എന്നൊരു പട്ടണത്തിലേക്ക് എത്തുന്നു. 600 ആളുകളുടെ ഒരു സെറ്റിൽമെന്റാണിത്. ഒരു വ്യാവസായിക പ്രദേശം. 17-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ സെന്റ് ബെർത്തലോമിയോയുടെ നാമത്തിലുള്ള ഒരു ദേവാലയം സെനോഷീച്ചയിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. പട്ടണം കഴിയുന്നതോടെ പതിവ് പോലെ കൃഷിയിടവും പുൽമേടും മരക്കൂട്ടങ്ങളുമെല്ലാം എത്തുകയായി. നേരം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ പാതയോരത്തൊരിടത്ത് വണ്ടി പാർക്ക് ചെയ്തു. വഴിയരികിൽ പലയിടത്തും ഇങ്ങനെ പിക്നിക് സ്പോട്ടുകളുണ്ട്. കാർ പാർക്ക് ചെയ്യാം. ആളുകൾക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ ബെഞ്ചും മേശയുമെല്ലാം പണിതിട്ടിരിക്കുന്നു. അവിടെ ഇരുന്ന് ഞങ്ങൾ നേരത്തെ വാങ്ങിവെച്ചിരുന്ന ഭക്ഷണം കഴിച്ചു. ആപ്പിളും മറ്റു ചില ലഘുഭക്ഷണവും. തിരക്കില്ലാത്ത പാതയിലൂടെ ഒരു സൈക്ലിസ്റ്റ് കടന്നു പോകുന്നു. പിക്നിക് സ്പോട്ടിൽ വേസ്റ്റ് ബിന്നുകൾ കൃത്യതയോടെ സ്ഥാപിച്ചിരിക്കുന്നു. ഭക്ഷണശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. സമയം പരമാവധി ലാഭിക്കാനാണ് ഉച്ചഭക്ഷണം രാവിലെ തന്നെ വാങ്ങി കൈവശം കരുതിയത്. ഡിവാച്ച എന്നൊരു പ്രദേശമാണിത്. ഈ മേഖലയിലെ സാമാന്യം വലിയൊരു ഗ്രാമമാണ് ഡിവാച്ച. ഡിവാച്ച മുനിസിപ്പാലിറ്റിയുടെ കേന്ദ്രസ്ഥാനവും ഇതുതന്നെ. 2-ാം ലോകമഹായുദ്ധത്തിനു മുൻപ് ചെറിയൊരു വ്യാവസായിക പ്രദേശമായിരുന്നു ഇവിടം. യുദ്ധകാലത്ത് ഫാക്ടറികളെല്ലാം തകർന്നടിഞ്ഞു. 2-ാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ പടയാളികളെ കൂട്ടത്തോടെ കുഴിച്ചുമൂടിയ വലിയൊരു ശവക്കുഴി 1945-ൽ ഡിവാച്ചയിൽ കണ്ടെത്തിയിരുന്നു. ഡിവാച്ചയിൽ നിന്നും പടിഞ്ഞാറോട്ടാണ് യാത്ര. അന്തരീക്ഷത്തിൽ ചെറിയൊരു മൂടൽ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഇനി അധികം മഴയ്ക്കുള്ള സാധ്യത കാണുന്നില്ല. ഗ്രാമങ്ങൾ കൂടുതൽ കാണാവുന്ന പാതയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. പുതിയ കാലത്തെ എക്സ്പ്രസ് വേ താഴെയും ചിലപ്പോൾ മുകളിലുമായി കടന്നു പോകുന്നു. ഇപ്പോൾ കൊഷിന എന്നൊരു ടൗണിലേക്ക് എത്തിയിരിക്കുന്നു. 1825-ൽ ഈ മേഖലയിൽ റെയിൽവേ ലൈൻ വന്നതോടെ ഒരു പട്ടണമായി വികസിച്ച പ്രദേശമാണ് കൊഷിന. ഇറ്റാലിയൻ അതിർത്തിയോട് ഏറെ ചേർന്ന് കിടക്കുന്ന പട്ടണമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. കൊഷിനയുടെ അകത്തുകൂടി വളഞ്ഞും പുളഞ്ഞുമാണ് ഈ പാത കടന്നു പോകുന്നതെങ്കിൽ എക്സ്പ്രസ് വേ ഇതിന്റെ ഒരു ഭാഗത്തുകൂടി ഒരു നേർവര പോലെ അങ്ങനെ പോകുന്നുണ്ട്. എനിക്ക് യാത്രക്കിടയിൽ ഗ്രാമങ്ങളും ചെറുപട്ടണങ്ങളുമെല്ലാം കാണണം. അതുകൊണ്ടാണ് യാത്രയ്ക്ക് പഴയ പാത തിരഞ്ഞെടുത്തിരിക്കുന്നത്. കൊഷിന പിന്നിടുന്നതോടെ വിജനമായ പ്രദേശങ്ങളായി. തലയ്ക്ക് മുകളിലൂടെ ഇടയ്ക്കിടെ ഇങ്ങനെ കാണാം എക്സ്പ്രസ് വേ. നമ്മെ കൊതിപ്പിക്കുന്ന പാതകൾ. ശരിക്കും എക്സ്പ്രസ് വേ പ്രകൃതിയെ നശിപ്പിക്കുന്നില്ല. തൂണുകളിൽ ഉയർന്ന് ഒന്നിനെയും നശിപ്പിക്കാതെ ആരെയും ഉപദ്രവിക്കാതെ അതങ്ങനെ കടന്നു പോകുന്നു. അങ്ങനെ പോകവേ ഒരിടത്ത് വണ്ടി നിർത്തിയിറങ്ങി. പല നിറങ്ങളിൽ പല ഞൊറിവുകളായി പർവ്വതനിരകൾ. അങ്ങകലെ അഡ്രിയാറ്റിക് കടൽ. അതിന്റെ തീരത്ത് കോപ്പർ പട്ടണം. സ്ലൊവേനിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ നഗരമാണത്. ഇപ്പുറം കുന്നിൻ ചെരുവുകളിൽ ചെറുഗ്രാമങ്ങൾ. ഈ വിധം 10-20 വീടുകളാണ് പല ഗ്രാമത്തിലുമുള്ളത്. ചെറിയ വ്യവസായശാലകളും മറ്റും അതിനോടനുബന്ധിച്ച് കണ്ടെങ്കിലായി. അതിനെല്ലാം ഉപരി കൗതുകമുളവാക്കുന്ന കാഴ്ച ഇതാണ്. കൂറ്റൻ തൂണുകളിൽ ഉയർന്നങ്ങനെ നീണ്ടുപോകുന്ന എക്സ്പ്രസ് വേ. മണ്ണിടിച്ചും മരം വെട്ടിക്കളഞ്ഞുമല്ല ഈ പാതയുടെ നിർമ്മാണം. അതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഹൈവേ തൂണിന് മുകളിലൂടെ കടന്നുപോകുന്നു. കിലോമീറ്ററോളം ദൂരം ഇങ്ങനെയാണ്. പണിയാൻ അല്പം ചെലവ് കൂടുമെങ്കിലും ഭാവിയിലേക്കുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെന്റാണ് ഇത്തരം പാതകൾ. കാരണം എത്രയോ ലക്ഷം വാഹനങ്ങൾ
ഒരു കുഴലിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ ഏറ്റവും കുറച്ച് ഇന്ധനം കത്തിച്ച് സുഗമമായി അങ്ങനെ ഒഴുകി നീങ്ങുന്നു. മറ്റു പാതകളിൽ കൂടി പോകുന്നതിന് ചെലവാകുന്നതിന്റെ നേർപകുതി ഇന്ധനം മാത്രമേ ഇത്തരം പാതകളിലെ യാത്രയ്ക്ക് ആവശ്യമായി വരൂ. ഇത്തരം പാതകൾ നമ്മുടെ നാട്ടിലും വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പർവ്വതനിരകളിലൂടെയും സമതലങ്ങളിലൂടെയും ചതുപ്പുകളുടെയും കായലുകളുടെയും കൃഷിഭൂമിയുടെയും മുകളിലൂടെയും പോകുന്ന പാത. ഇന്നിതെല്ലാം കാണുമ്പോൾ നമുക്ക് കൊതി വരും. പക്ഷേ എനിക്കറിയാം, 10-15 വർഷം കഴിയുമ്പോൾ കേരളത്തിലും ഇത് യാഥാർത്ഥ്യമാകും. അത് യാഥാർത്ഥ്യമായേ പറ്റൂ. ആ ചിന്തകളിൽ മുഴുകി സഞ്ചാരം തുടരുകയാണ്.